ഇനി ഇവിടെ നോക്കൂ. If a shopkeeper wants a profit of R percentage after allowing a discount of small r percentage, then the marked price of the item is equal to CP into 100 plus R by 100 minus R, or cost price എന്ന് പറയുന്നത് MP into 100 minus R by 100 plus R ആണ്. ഷോപ്പ് കീപ്പർക്ക് ക്യാപിറ്റൽ 6% പ്രോഫിറ്റ് വേണം, പക്ഷെ കുറച്ച് ശതമാനം ഡിസ്കൗണ്ട് കൊടുത്തതിന് ശേഷം മാത്രമേ ആ പ്രോഫിറ്റ് എനിക്ക് ആവശ്യമുള്ളൂ, ആ ഷോപ്പ് കീപ്പർ ആവശ്യമുള്ളൂ. 6% ഡിസ്കൗണ്ട് കൊടുക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് പ്രൈസും കോസ്റ്റ് പ്രൈസും എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള 2 ഫോർമുലകളാണ് അവിടെ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ എക്സാമ്പിൾ നോക്കൂ. എ മാർക്കറ്റ് പ്രൈസ് ഓഫ് എ ബൈസിക്കിൾ ഇസ് ₹1100. 1100 രൂപയാണ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഷോപ്പ് കീപ്പർ 10% എന്ത് ചെയ്തു? ഡിസ്കൗണ്ട് അലോ ചെയ്തു ടു ഗെറ്റ് എ പ്രോഫിറ്റ് ഓഫ് 10%. 10% പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടി ഇപ്പോൾ ക്യാപിറ്റൽ 6 ആണ്. എത്ര ശതമാനമാണ് ഡിസ്കൗണ്ട് കൊടുത്തത്? 10%. രണ്ടും 10 അല്ലേ? ചെറിയ ആറും വലിയ ആറും എന്ത് തന്നെയാണ്? 10 ആണ്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എത്രയാണ് ബൈസിക്കിളിൻ്റെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ് അല്ലേ? 100 പ്ലസ് ആർ ബൈ 100 മൈനസ് ആർ, CP ഇൻറ്റു അല്ലേ? ഇവിടെ കോസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാർക്കറ്റ് പ്രൈസാണ്. എന്താ കണ്ടുപിടിക്കേണ്ടത്? കോസ്റ്റ് പ്രൈസാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു 100 മൈനസ് ആർ ബൈ 100 പ്ലസ് ആർ ആണ്. ഇവിടെ മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? അപ്പോൾ മാർക്കറ്റ് പ്രൈസ് 1100 ആണ്. അപ്പോൾ 1100 ഇൻറ്റു 100 മൈനസ് 6 10 ഡിവൈഡഡ് ബൈ 100 പ്ലസ് 110. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഉത്തരം കിട്ടും. അത് എത്രയാണ് വരിക? എന്താ വരിക? 1100 100 10 കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 90 ഡിവൈഡഡ് ബൈ 100 പ്ലസ് 10 ആട്ടോ. ഇത് 100 പ്ലസ് 10 ആണേ. ഇവിടെ ഒരു 110 വരും. 0 വെട്ടിക്കളയും, 11 വെട്ടിക്കളയാൻ പറ്റും. ബാക്കി അവിടെ ആരാ ഉള്ളത്? മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ 2 0, ഇവിടെ 1, 100 × 9 900 ആൻസർ വരും. ഇതേപോലെ തന്നെയാണ് അതിൻ്റെ ചുവട്ടിൽ കിടക്കുന്ന ഫോർമുലയും കിടക്കണം. എന്താ ഫോർമുലയുടെ പ്രത്യേകത? എന്താ ഫോർമുല? if a merchant fixes a marked price of an article in such a way that after allowing a discount of R%, 6% അവിടെ വന്നു, ഡിസ്കൗണ്ട് കൊടുത്തു, 6% പ്രോഫിറ്റ് കിട്ടി. അതിനനുസരിച്ചാണ് മാർക്കറ്റ് പ്രൈസ് ഫിക്സ് ചെയ്തത്. ദെൻ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ആർട്ടിക്കിൾ ഈസ് മാർക്കറ്റ് പ്രൈസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതാണ്. ആൻഡ് ഇറ്റ് ഈസ് മോർ ദാൻ ഇറ്റ്സ് കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഇത് കോസ്റ്റ് പ്രൈസ് എന്നാണ് കേട്ടോ. ആർട്ടിക്കിൾ ഇസ് R plus 100 divided by R minus 100 into 100% more than its cost price എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ചോദ്യം നോക്കൂ. ഒരു ഷോപ്പ് കീപ്പർ അലൗസ് എ ഡിസ്കൗണ്ട് of 10% on marked price of a calculator, then what percentage higher than cost price could be the marked price so as to gain 20% on selling at a discount? Selling at the discount എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഇവിടെ ഇപ്പോൾ ചെറിയ ആറ് എന്ന് പറയുന്നത് 10% അയാൾക്ക് കിട്ടേണ്ട പ്രോഫിറ്റ് എന്ന് പറയുന്നത് 20% ക്യാപിറ്റൽ R% ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോർമുലയിലേക്ക് ഇട്ട് കൊടുക്കൂ. റിക്വയർഡ് പെർസെൻറ്റേജ് എന്തായിരിക്കും എന്നാണ് പറയണത്? R പ്ലസ് ക്യാപിറ്റൽ R ബൈ 100 മൈനസ് R ഇൻറ്റു 100% അല്ലേ? അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കൂ. ഇവിടെ ആരാണ്? ചെറിയ അക്ഷരം 6 10 വലിയ അക്ഷരം 6 20 ആണ്. അപ്പോൾ 10 പ്ലസ് 20 ഡിവൈഡഡ് ബൈ 100 മൈനസ് 10 ഇൻറ്റു 100 അല്ലേ? മുകളിൽ 30 വരും. 30 ഇൻറ്റു 100 ബൈ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 30
ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 100 മൈനസ് 10 90 വരും. സിംപ്ലിഫൈ ചെയ്യൂ. 100/3 എന്ന് വരും. എത്ര പെർസെൻറ്റേജ് ആണ് ആൻസർ വരും. അത് ആൻസർ എഴുതിയിരിക്കുന്നു 33 1/3% എന്ന് എഴുതിയിട്ടുമുണ്ട് അല്ലേ. ഇനി അടുത്ത ഒരു ഫോർമുല എന്താ പറയണത് നോക്കൂ. വാട്ട് ഈസ് ദ ഫോർമുല? ഇഫ് എ ഷോപ്കീപ്പർ allows a discount of R1% on an article and marked price of the article is R% more than the cost price, then the profit or loss percentage in this transaction is. പോസിറ്റീവ് വാല്യൂ പ്രോഫിറ്റ് ആണെന്നും നെഗറ്റീവ് വാല്യൂസ് ലോസ് ആണെന്നും കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. മുകളിൽ പറഞ്ഞ അതേപോലത്തെ ഫോർമുല തന്നെയാണ് അല്ലേ, ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ അതിൽ. ആ ചോദ്യത്തിൽ നോക്കി നോക്കുക. ഷോപ്പ് കീപ്പേഴ്സ് മാർക്കറ്റ് പ്രൈസ് 10% മോർ ദാൻ ഇറ്റ്സ് കോസ്റ്റ് പ്രൈസ് പറഞ്ഞിട്ടുണ്ട്. ഇഫ് ഹി അലൗസ് എ ഡിസ്കൗണ്ട് ഓഫ് 20%, ദെൻ വാട്ട് ഈസ് ഇറ്റ്സ് ലോസ് പെർസെൻറ്റേജ് എന്നാണ് ചോദ്യം അല്ലേ. നോക്കി നോക്കൂ. അവിടെ ഷോപ്പ് കീപ്പർ മാർക്കറ്റ് ദ പ്രൈസ് 10% മോർ ദാൻ ഇറ്റ്സ് കോസ്റ്റ് പ്രൈസ്. അപ്പോൾ 10% എന്ന് പറയുന്നത് ഇവിടെ 6 ആണ്. 6% മോർ ദാൻ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 6%, 6 10. ഇഫ് ഹി അലൗസ് എ ഡിസ്കൗണ്ട് ഓഫ് 20%, ഡിസ്കൗണ്ട് R1% ആണ്. അപ്പോൾ R1 എന്ന് പറയുന്നത് എന്താണ്? 20% അല്ലേ. ലോസ് പെർസെൻറ്റേജാണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഫോർമുല കിടക്കണം. 6 × 100 മൈനസ് R1/100 ഇൻറ്റു മൈനസ് R1 ഉണ്ട് അല്ലേ. ചെയ്ത് കഴിഞ്ഞ് ഉത്തരം കിട്ടും. ഡയറക്റ്റ് ഇട്ട് കൊടുത്തൂടെ. 6 എത്രയാണ് ഇവിടെ കിടക്കണത്? 6 10 10 ഇൻറ്റു 100 മൈനസ് R1 എത്രയാ? 20 ഡിവൈഡഡ് ബൈ 100 മൈനസ് R1 എത്രയാ? 20. സിംപ്ലിഫൈ ചെയ്യൂ. ആൻസർ കിട്ടും. 12% ആണ് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ആൻസർ വരും. പാഠം കഴിഞ്ഞു. ചെയ്ത് നോക്കൂ കേട്ടോ.